ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ നമ്മൾ ഒരു യാത്രയ്ക്ക് ഇറങ്ങിയതാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സൈക്കിളില്ലാതെ എങ്ങോട്ട് ഈ കാർ എടുത്ത് പോകുന്നതെന്നല്ലേ. സൈക്കിളുണ്ട്, കാറിൻ്റെ ബാക്കിലാണ്. അപ്പോൾ നമ്മൾ വയനാട് ബൈസിക്കിൾ ചലഞ്ച് 3rd എഡിഷൻ നടക്കുന്നുണ്ട്, അതിനു വേണ്ടി പോവുകയാണ്. അപ്പം ബാക്കിയുള്ളവരെ പിക്ക് ചെയ്യണം. ഹംസക്ക, നിധിയേട്ടൻ, വീത്തേട്ടൻ എല്ലാവരും ഉണ്ട്. അതിൽ ഞാൻ ഹംസക്ക മാത്രമാണ് ചവിട്ടുന്നത്. അപ്പോൾ അവരെ പിക്ക് ചെയ്യാൻ പോവുകയാണ്. പിന്നെ ഇപ്പോൾ നോക്കി നമ്മുടെ സൂരജിനെ കൂട്ടാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ കാണാം. ഓക്കെ, നമ്മൾ നിധിയേട്ടൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. സൈക്കിൾ കാറിന് ബാക്ക് സെറ്റ് ചെയ്യാണ്, കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ പാക്കിംഗ് ഒക്കെ വെച്ച് സെറ്റാക്കാണ്. 2 സൈക്കിൾ ഇപ്പം കയറ്റിയിട്ടുണ്ട്. ഇനി ഒരു സൈക്കിളും കൂടി കയറാനുണ്ട്. വീലുള്ള എടുത്തേക്കണം. നമ്മളെങ്ങോട്ടാ പോകുന്നത്? വയനാട്. നിങ്ങൾ 3-ാം തട്ടല്ലേ പോകുന്നത്? മൂന്നാം തട്ടം. എന്താക്കാൻ പോവാ? ടാഗ് ഇട്ട് കെട്ടാൻ പോവാ? എന്തിനാ? കൂട്ടിമുട്ടി അപകടങ്ങൾ സംഭവിക്കാതിരിക്കും. ചെയ്തോളി, കാർബൺ വീലല്ലേ. ഏകദേശം 80,000 രൂപ വില വരുന്ന 50 ബാക്കിയാരുണ്ട്. അപ്പം വീല് ടാഗ് അടിച്ച് സെറ്റാക്കി ഒക്കെ സെറ്റായി പോകാൻ പോവാണ്. നിങ്ങൾ എളിയൊരു സബ്സ്ക്രൈബറാ. ഒരു ഹായ് പറയും. നമ്മൾ ഫുഡ് കഴിക്കാൻ നിർത്തിയാണ്. സൈക്കിളിൽ ഇപ്പം 3 വണ്ടി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സൂരജിൻ്റെ വണ്ടി, ഹംസക്കാൻ്റെ ട്രക്ക്, പിന്നെ എൻ്റെ വണ്ടി പെർഫെക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വൈറ്റ് ഹൗസിലാണ് ഫുഡ് കഴിക്കാൻ നിർത്തി. ഇവിടെ ഫുഡ് കഴിക്കാൻ എത്തിയ സമയത്ത് ഓരോ ടീമും കൂടി ഉണ്ട്. നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ ഇതിൽ വിഷ്ണുവൊക്കെ വേറെ വന്നിട്ടുണ്ട്. ഫുഡ് കഴിച്ചിറങ്ങാണ്. നമ്മൾ നാട്ടിൽ നിന്ന് വൈകുന്നേരം ഒരു 4 മണിയാകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. സമയം ഇപ്പോൾ ഏകദേശം 10 മണി ആവാനായിട്ടുണ്ട്. 9:30 കഴിഞ്ഞു. നമ്മൾ നേരെ ഹോട്ടലിലേക്ക് എത്തി. ഇവിടെ 10 മണി വരെയാണ് ബിഗ് കളക്ഷൻ്റെ ടൈം പറഞ്ഞത്. ഏകദേശം ഒരു 15 മിനിറ്റ് ഇവിടെ ഉണ്ട്. നമ്മളങ്ങനെ ബിഗ് കളക്ഷൻ ഏരിയയിലെത്തി. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇവിടെ ഒരു ഫോമുണ്ട്, അതിൽ നമ്മളെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതേപോലെ നമ്മളെ ID കാർഡ് കാണിച്ചു കൊടുക്കണം, നമ്മളെ ഡീറ്റെയിൽസൊക്കെ അവർക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു കിറ്റ് കിട്ടും. അതിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് റൂമിലെത്തിയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങളുടെ ഫുഡ് കൂപ്പണാണ്, നിങ്ങളുടെ ബിബാണ്. ബിബ് വന്ന് ടൈയും പിന്നും ഇതിനകത്തുണ്ട്. രാവിലെ 5:30 റിപ്പോർട്ട് ചെയ്യണേ. ഡീറ്റെയിൽസൊക്കെ സാറ് പറഞ്ഞു തന്നു. പിന്നെ രജിസ്ട്രേഷൻ കിറ്റും കിട്ടി. നേരെ കാറിലൊക്കെ. ഹെൽമെറ്റ് എടുക്കാതെ റേസിനൊന്ന് എല്ലാവരും നേരത്തെ എത്തിയിട്ടുണ്ട്. കുറേ അറിയുന്ന ആൾക്കാരെ കണ്ട് പോയത് നമ്മുടെ ഗ്രൂപ്പിലുള്ള അബുവയാണ്. ഇവിടെ കൽപ്പറ്റയുള്ള ഫിക്സ് സൈക്കിൾ ബൈസിക്കിൾ ഷോപ്പിൻ്റെ ഇതിൽ കുറേ സൈക്കിൾസ് ഇവിടെ ഷോക്ക് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ടൈം വന്നേരം ഷോപ്പ് വിസിറ്റ് ചെയ്തിരുന്നു. അടിപൊളി ഷോപ്പാണ്. ഞങ്ങൾ വന്നത് ഞങ്ങളെ പ്രോ റൈഡേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. സപ്പോർട്ടിങ് സ്റ്റാഫാണ് ഞങ്ങൾ. കാറ്റടിക്കുക, പേച്ചടക്കുക, വീല് പൊട്ടിപ്പോയ വീല് മാറ്റിടുക. ഹോട്ടലെത്തി എല്ലാവരും സൈക്കിൾ റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ്. നമ്മള് സപ്പോർട്ടിങ് ടീം ഓക്കെ ആട്ടോ. ഏതാ പണി കട്ടർ അവസാനത്തെ വണ്ടി വന്ന്
സെറ്റല്ലേ? സൈക്കിൾ എല്ലാവരും ഓരോരുത്തരായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കയ്യിൽ ലൂബ് ചെയ്യാണ്ടായിരുന്നു, അപ്പം ലൂബിടാണ്. ഇതാണ് ഇവർ തന്ന ബാഗ്. ഒരു സൈക്ലിംഗ് ജേഴ്സി ഉണ്ട്, ക്യാൻഡി, ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു ഇതുണ്ട്, പിന്നെ ORS ഡ്രിങ്ക് ഉണ്ട്, ചെറിയ സ്നിക്കേഴ്സ്. ഇത്രയും സംഭവങ്ങളാണുള്ളത്. ഇപ്പോൾ രാവിലെയായി, നമ്മൾ സെറ്റായിട്ട് റെഡിയായിട്ട് ഇറങ്ങിയതാണ്. സമയം 6 മണിയായി. 6:30 റേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മളെല്ലാവരും സെറ്റായിട്ട് താഴേക്ക് ഇറങ്ങുകയാണ്. സൂരജ് ബ്രോ അടിക്കല്ലേ, സൂരജ് ബ്രോനോട് താഴേക്ക് പോവുകയാണ്. മേലേക്ക് ഒരു സാധനം എടുക്കാൻ വേണ്ടി വന്നായിരുന്നു. അപ്പോൾ അനീസ് ഖാൻ ലിഫ്റ്റിൽ, അനീസ് ഖാക്ക് ഒരു പിടുത്തം പിടിക്കാനുള്ള പുറപ്പാട് തന്നെ ഇറങ്ങിയതാ. ഇപ്പോൾ സമയം 6:07. ഞങ്ങൾ ബൈക്കൊക്കെ സെറ്റ് ചെയ്ത് ഇറങ്ങി പുറത്തേക്ക് പോവാണ്. അത് രാവിലെ ആയിട്ടേ ഉള്ളൂ, സമയം 6:30 ആവുന്നേ ഉള്ളൂ. പക്ഷേ റോഡൊക്കെ അത്യാവശ്യം നല്ല റഷ് ഉണ്ട്. നമ്മുടെ നാട്ടിലത്തെക്കാട്ടും റഷ് ആട്ടോ ഇവിടെ. പിന്നെ വയനാടിൻ്റെ തണുപ്പെന്ന് പറയാൻ മാത്രമൊന്നുമില്ല, ചെറിയൊരു തണുപ്പേ ഉള്ളൂ. പിന്നെ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് എത്തി. എല്ലാവരും ഏകദേശം എത്തിയിട്ടുണ്ട്. ഏകദേശം സ്റ്റാർട്ടിങ് ടൈം ആവാനായിട്ടുണ്ട്. നമ്മളെ കാണാനായിട്ട് ഫൈസൽക്കാവൊക്കെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് നമ്മളെ ക്ലബിലുള്ള. എല്ലാവരും സെറ്റായിട്ടുണ്ട്. ഫാമിലി ആയിട്ടാണ് വന്നത്. ഈ സൈഡ് മൊത്തം എലൈറ്റ് റോഡ് ബൈക്കേഴ്സാണ്. ഇവിടെ മാസ്റ്റേഴ്സ് കാറ്റഗറി, മാസ്റ്റേഴ്സ് റൈഡേഴ്സ് ഉണ്ട്. റിഷാദ്, so that we can start the briefing. Everybody can see each other. Riders and alcohol. Non-riders, please come on. Go behind the riders. റേസ് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് എലൈറ്റ്മെൻറ്റ് റോഡ് ബൈക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് കഴിഞ്ഞിട്ടാണ് MTB മാസ്റ്റേഴ്സൊക്കെ വരുന്നത്. എല്ലാവരും ഓരോരുത്തരുടെയും മാക്സിമം എഫേർട്ട് എടുത്ത് ചവിട്ടുന്നുണ്ട്. ഞാനും ഒന്ന് ചവിട്ടി നോക്കുന്നുണ്ട്, എന്താണെന്നൊന്നും അറിയില്ല. ഗപ്പൊന്നും പ്രതീക്ഷയല്ല, എന്നാലും നമ്മുടെ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാന്നുള്ള മോട്ടീവായിട്ട് ഇറങ്ങിയതാണ്. ഫസ്റ്റിലത്തെ ഒരു ബഞ്ച് മുന്നിൽ പോയിട്ടുണ്ട്. ബാക്കിയുള്ള നമ്മൾ കുറച്ച് ആൾക്കാർ ബാക്കിലിങ്ങനെ വരുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം ബെറ്ററായി ചെയ്യാൻ പറ്റുന്നുണ്ട്. ജംഗ്ഷനിലൊക്കെ ഇവരുടെ വളണ്ടിയേഴ്സ് ഉണ്ട് കേട്ടോ. കോർഡിനേഷൻ ഒരു രക്ഷയില്ല, നല്ല അടിപൊളി കോർഡിനേഷനാണ്. നമ്മളങ്ങനെ ഫസ്റ്റ് ടേൺ എടുത്ത് മെയിൻ റോഡിൽ നിന്ന് റൈറ്റിലേക്കുള്ള റൂട്ട് കയറി. മീൻസ് മുട്ടിൽ നിന്ന് മേപ്പാടിയിലേക്കുള്ള റൂട്ടാണിത്. ആ റൂട്ടിലേക്ക് എൻ്റർ ആയിട്ടുണ്ട്. ഓക്കെ, കമ്പനിക്ക് ആളുണ്ടല്ലേ. നമ്മളെ ക്ലബിലുള്ള അജയ് ബ്രോ ആണത്. വിഷ്ണു മുന്നിൽ പോകുന്നുണ്ട്. അപ്പം
കമ്പനിക്ക് ആളെ കിട്ടി. നല്ല അടിപൊളി സ്പേസ്, നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ, നല്ല ഫോഗി ക്ലൈമറ്റാണ്. കുഴപ്പമില്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് എത്രയോ ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാനുള്ളതാണ് എയിം, അതല്ലാതെ ചാമ്പ്യൻഷിപ്പ് അടിക്കാനൊന്നും നടക്കൂല. വിഷ്ണു ബ്രോ taking his maximum effort. Bro, keep it up, man. നമ്മുടെ സെയിം ബൈക്ക് കണ്ടിട്ടുണ്ട്, ചെറിയ ചേഞ്ച് ഉണ്ടത്, ഹൈഡ്രോളിക് ആണ് ആക്കരുത്, എൻ്റെത് വീൽ ബ്രേക്കാണ്. ഈ റൂട്ടിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയാസാണിത്. എൻ്റെ ബ്രീത്ത് എടുക്കുന്ന സൗണ്ട് കേട്ടാൽ മനസ്സിലായി എത്രത്തോളം ക്ലൈംബാണ് ഈ ഒരു ഏരിയ എന്നുള്ളത്. കാലിക്കറ്റ് ബൈക്കേഴ്സ് ക്ലബിലെ സീനിയർ റൈഡറാണ്. സീനിയർ റൈഡർ എന്നൊന്നും പറയാൻ പറ്റില്ല, പവർഫുൾ യങ്ങസ്റ്റ് റൈഡർ സബേട്ടെ. ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഉണ്ട്. ബ്രോ പേരെന്തേനു? രവി. കാലിക്കറ്റല്ലേ? ഒന്ന് നാട്ടുകാരനാണ്. ഞാൻ കോഴിക്കോടാണ്. ലേഡി റൈഡർ പോകുന്നുണ്ട്. പ്രശ്നമല്ല, ചവിട്ട് കണ്ടറിയാം. പരിചയമുണ്ടാവും, ജോൽ ജോഷി ബ്രോ. ആ ബ്രോ റേസിലുണ്ടല്ലേ? അങ്ങനെ നമ്മൾ മെയിൻ റോഡ് കയറി, മീൻസ് ഊട്ടി റോഡ്, ഗൂഡല്ലൂർ റോഡിലേക്ക് കയറി. പക്ഷെ നല്ല ക്ലൈംബാണ്, ഒന്നും പറയാനില്ല. നല്ല വെള്ളം പിടിച്ച് ഇറങ്ങിയാണ്. പിന്നെ ജോൽ ബ്രോ മുന്നിലുണ്ട്. മേപ്പാടി ടൗണാണ്, അത് ലെഫ്റ്റാണ് ചൂരൽമലയൊക്കെ വരുന്നത്. ഇവിടെ മുണ്ടക്കയം ചൂരൽമലയൊക്കെ ഈ ഒരു ഏരിയയിലാണ്. പാവം ഒരുപാട് പേരുടെ ലൈഫ് പോയ സ്ഥലമാണ്, എത്തുമ്പോൾ ഒരു വിഷമമാണ്. വയനാടിൻ്റെ ഭംഗി, രക്ഷയില്ലാത്ത ക്ലൈമറ്റ്. സമയം ഏറായി, പക്ഷെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് നോക്കൂ. പക്ഷെ റേസിലായതുകൊണ്ട് ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കാൻ കാര്യമൊന്നും നടക്കൂല. മീൻസ് റേസ് നമ്മളെ എന്താ പറയുക, വിന്നിങ് ഫോക്കസ് ചെയ്തൊന്നുമല്ല, പക്ഷേ നമുക്ക് നല്ല രീതിയിലൊന്ന് ഫിനിഷ് ചെയ്യണമെന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നല്ല രീതിയിൽ ഉഴപ്പിയതാണ്. റേസിൻ്റെ ഇടയിൽ ചാടിക്കാൻ കയറി കഥ പറഞ്ഞ് ഫോട്ടോ എടുക്കലൊക്കെ ആയിട്ട് നല്ല എന്താ പറയുക, ഒരു വേഴ്സായിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇപ്രാവശ്യം നല്ല രീതിക്കൊന്ന് ഫിനിഷ് ചെയ്യണമെന്നുണ്ട്.
അതായത് നമ്മുടെ ഒരു മാക്സിമം എത്ര ഉണ്ട് നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഔട്ടാ. ഓക്കെ ഓക്കെ ഗൈസ്, താങ്ക് യു. ഞങ്ങൾ രണ്ട് വ്ളോഗേഴ്സ് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് ഒരേ റേഞ്ചിൽ തന്നെ പോകുന്നത്. ജോയ് ബ്രോ ഞാൻ ഏകദേശം കുറേ സമയമായി ഇപ്പോൾ ഒരുമിച്ച് തന്നെ ചവിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം ഊട്ടിയിൽ വന്ന സമയത്ത് റെസ്റ്റ് എടുത്ത ബസ് സ്റ്റോപ്പാണിത്. അങ്ങനെ നമ്മൾ ചുണ്ടൽ ജംഗ്ഷനിലെത്തി. അറൗണ്ട് 32 കിലോമീറ്റേഴ്സ്, 900 മീറ്റർ റൂമിൽ നിന്ന് അവിടേക്കുള്ള അപ്പോൾ ഒരു 31 കിലോമീറ്റർ ഉണ്ടോ. Wow, another beauty of Wayanad. ഈ റൂട്ട് അത്യാവശ്യം ക്ലൈമ്പാണ്. നമ്മൾ നേരത്തെ മുട്ടിൽ കയറിയ സ്ഥലം ഇങ്ങോട്ടുള്ള റൂട്ട് പെട്ടെന്ന് കുറച്ച് ഹാർഡായിട്ടുള്ള ക്ലൈമ്പുകൾ വരുന്നതായിരുന്നു. പക്ഷെ ഇതങ്ങനെയല്ല, സ്ലോപ്പായിട്ടുള്ള ലോങ് ഡിസ്റ്റൻസ് ക്ലൈമ്പാണ് റൂട്ടിൽ വരുന്നത്. ബട്ട് ഓക്കെ, കുഴപ്പമില്ല. ശേഷം നല്ലൊരു ഇറക്കമാണ് കാണുന്നത്. ബട്ട് ഓവർ സ്പീഡ് എടുക്കാൻ തോന്നുന്നില്ല, കാരണം പരിചയമില്ലാത്ത റോഡാണ്, നല്ല വളവാണ്. താങ്ക് യു ഏട്ടാ. നല്ല നാട്ടുകാർ കേട്ടോ, കാരണം നമുക്ക് അധികം സ്ഥലത്തും ഡയറക്ഷൻസ് കിട്ടിയില്ല, വണ്ടീസ് അല്ലാത്തവർ. ലാസ്റ്റ് ട്രെയിനിങ് എത്തി പൊഴുതന. സോ ഗ്രേറ്റ്, അൽഹംദുലില്ലാ റാത്തായിട്ട് ഇതുവരെ ഫിനിഷ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആഹാ, വൈതടഞ്ഞുള്ളത്. താങ്ക് യു. വലിയൊരു കയറ്റം. അവസാനം ഫിനിഷിങ് എത്തി ഗായ്സ്. ഫിനിഷിങ് നമ്മൾ ഫിനിഷ് ചെയ്തു. 2 മണിക്കൂർ 3 മിനിറ്റ് കൊണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ലാസ്റ്റ് ടൈം 3.25 മണിക്കൂറിന് മേലെ സമയം എടുത്തിട്ടുണ്ട്. നമ്മളെ പിള്ളേരൊക്കെ പൊളിച്ചു പോകണ്ട. വിഷ്ണു പൊളിച്ചില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി റൈഡല്ലേ? നല്ലൊരു റേസ് ആയിരുന്നു. ബ്രോ ആണ് ഫസ്റ്റ് അടിച്ചു. ഹായ് ബ്രോ, എന്താ പേര്? സാൽവി. എത്ര ടൈം എടുത്തു? ഞാനൊരു 1 മണിക്കൂറും 19 മിനിറ്റ്. ബ്രോയുടെ സ്ഥലം? എറണാകുളം. ഏതെങ്കിലും ടീമിൻ്റെ ഭാഗം? ഞാൻ എൻ്റെ ക്ലബിൻ്റെ ഒരു കൊച്ചി സ്പ്രിൻറ്റേഴ്സ്. ഓക്കെ, ഏതാ ബൈക്ക്? ഏതാ ലുക്കിനെ ഓക്കെ ബ്രോ, കൺഗ്രാറ്റ്സ്. ചേട്ടനാ സെക്കൻഡ് അടിച്ച് ഞാനാണ്. നമ്മുടെ സ്വന്തം ആശായ അടുത്ത ദിവസം ഇറങ്ങും. ബ്രോ നമ്മുടെ ടെക്നീഷ്യനാണ്, നമ്മളെ സ്വന്തം ഋതുൽ ബ്രോ. പ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ സെക്കൻഡ് തന്നെയാണ്. എത്ര ടൈം എടുത്ത്? 1:24. 1:22. സപ്പോർട്ടേഴ്സ് പോരാ ഗൈസ്, വന്ന വീഡിയോ 2 എടുത്തില്ല ഗൈസ്. നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി. മാംഗോസിൽ ഇഡ്ഡലി ഉണ്ട്, സാമ്പാർ, ചട്നി, പിന്നെ പൊറോട്ട ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, ബോയിലേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഫുഡായിരുന്നു. കമ്പാരിങ് ടു ലാസ്റ്റ് ഇയർ നല്ല ഭക്ഷണമായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു.
ഫുഡൊക്കെ അല്ലേ? എക്സ്ക്യൂസ് മീ, ഇതെന്താ സംഭവം? ഇത് നമ്മളിവിടെ വയനാട്ടില് സ്പോർട്സിന് അതായത് ഇവന്റ്സ് ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കാം. ഓക്കെ ഓക്കെ. ഇതിൽ നൈസ് ഡിസൈൻ. ഓക്കെ, ഇതിൽ നിങ്ങളെ എല്ലാ ഇവന്റും ഉണ്ട് സ്പോർട്സും? ബാക്കിലുണ്ട്. ഓക്കെ, താങ്ക് യു. നമ്മളെ കഫേ വെച്ചാൻ്റെ ടീമുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ്? പരിസരത്തുണ്ടെങ്കിൽ ഒന്ന് സ്റ്റേജിന് സമീപത്തേക്ക് എത്തുക പ്ലീസ്. പോവാണ്. Thank you. So let's start this function officially. ഫൈസ്ക സ്റ്റേജിലെത്തിയിട്ട് ഫൈസ്ഖാനെ പരിചയം ഉണ്ടാവും. കേരളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 36 രാജ്യങ്ങൾ കവർ ചെയ്ത് ഒളിമ്പിക്സൊക്കെ കണ്ട് സെക്കൻഡ് ഫേസ് കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുകയാണ്. തേർഡ് ഫേസിലേക്കുള്ള പ്ലാനിങ്ങിലാണെന്ന് പറഞ്ഞ് വിസ പ്രോസസിങ്ങിലാണ്. അങ്ങനെ വിന്നേഴ്സിൻ്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെയാണ്. ഫസ്റ്റ് വരുന്നത് എലൈറ്റ് MTB ആണ്. ഇവർ 3 ആളാണ് എലൈറ്റ് MTB വിൻ ചെയ്തത്. ഇപ്പം എലൈറ്റ് റോഡ് ബൈക്കേഴ്സിൻ്റെത് ടൈമായി. പുള്ളിയാണ് ഫസ്റ്റ് അടിച്ചത്. സാൽവിൻ 1 മണിക്കൂറും 19 മിനിറ്റും. കൺഗ്രാജുലേഷൻ സാൽവിൻ. We invite Shaijal Alipra, our member and MD of Happy 7 Days, to give away the second prize to Rajul Das from Kozhikode. 1 hour 23 minutes 89. അടുത്തത് നമ്മുടെ ആശാൻ റജുൽ ബ്രോ 1 മണിക്കൂറും 23 മിനിറ്റും. MD of VLCC Calcutta to give away the third prize. 24 minutes. തേർഡ് പൊസിഷനിൽ സോമേഷാണ്. മൈസൂർ സൈക്ലോപീഡിയയുടെ റൈഡറാണ്. 1 മണിക്കൂറും 24 മിനിറ്റും. ഇത് വിന്നേഴ്സിനുള്ള ക്യാഷ് പ്രൈസാണ്. ഫസ്റ്റ് കിട്ടിയയാൾക്ക് 20,000 rupees. Salinji, please hand over the prize money to Shaijal Alipra. സെക്കൻഡ് പൊസിഷനിലെത്തിയ റജുൽ ബ്രോക്ക് 10,000 ആണ് ക്യാഷ് പ്രൈസ് ഉള്ളത്. തേർഡ് പ്രൈസിന് 5,000 ആണ് ക്യാഷ് ഉള്ളത്. നെക്സ്റ്റ് വരുന്നത് മാസ്റ്റേഴ്സ് കാറ്റഗറിയാണ്. മാസ്റ്റേഴ്സ് കാറ്റഗറിയിൽ ഫസ്റ്റ് അടിച്ചത് സുദീപ് ചന്ദ്രനാണ് ഫ്രം തൃശ്ശൂർ. സുദീപേട്ടൻ തന്നെയായിരുന്നു ലാസ്റ്റ് ടൈമിലും ഫസ്റ്റ് അടിച്ചത് കഴിഞ്ഞ വർഷവും. The second prize goes to Joseph Dixon. സെക്കൻഡ് ജോസഫ് നിക്സൺ, തേർഡ് ജിഷ്ണു. നെക്സ്റ്റ് വുമൻസ് കാറ്റഗറി ഫസ്റ്റ് വന്നത് കൊച്ചിയിലെ അലയൻസ് ലില്ലിയാണ്. സെക്കൻഡും കൊച്ചിയാണ്, ജോസിയ ജോസ്. All the way from Odisha. 51 minutes 46. തേർഡ് പൊസിഷൻ കരൺ മാർഷൽ ഫ്രം സൈക്ലോപീഡിയ മൈസൂർ. പിന്നെ ഇവിടെ അമാന ടൊയോട്ടയുടെ ഒരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവൻ്റ് അടിപൊളിയാണ്. അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട്. Mr. Rizwan, please come onto the stage. സെറ്റപ്പൊക്കെ അടിപൊളിയാണ്. വയനാട് ബൈക്കേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരുടെ ഇവൻറ്റിൻ്റെ ഇടയിൽ ലക്കി ഡ്രോസ് ഉണ്ടാവും. ഈ ഓരോ ഹോട്ടൽ പ്രോപ്പർട്ടീസിലേക്കുള്ള ഫ്രീ സ്റ്റേ ഉണ്ടാവും. അടുത്ത ലക്കി ഡ്രോ കിട്ടിയത് നമ്മുടെ നിജാസ് ബൈക്കാണ്. എന്താ ഒരു ബൈക്ക് കേസ് എന്തോന്ന് തോന്നുന്നുണ്ട്. വലിയ ബോക്സാണ്. കാര്യം എന്തോ ഉണ്ട്. ഫിനിഷേഴ്സിനുള്ള മെഡൽസ് സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. Suraj. Solvinton. At the age of 61, he's still participating in our event. Give him a big round of applause. Thank you, sir, for being with us. You're a motivation.
റൈഡിലെ സീനിയർ റൈഡറായിട്ടുള്ള ഹംസഖാനെ പിടിച്ച് ആദരിച്ചാണ്. ഒരു വൈൽഡ് ക്രാഫ്റ്റിൻ്റെ ഒരു Thank you, Wildcraft, ഗിഫ്റ്റൊക്കെയാണ്. for your support. Wayanad Bicycle Challenge 2024 is getting better with participation from all age groups. The next category is Selectmen MTB. Be ready. Rakesh NS. നെക്സ്റ്റ് ഇയറിലേക്കുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. December 7th. അതേപോലെ ഫെബ്രുവരിയിൽ അവരുടെ ഒരു ടൂറിങ് സൈക്ലിംഗ് ഇവൻ്റ് ഉണ്ട്. അതും അവിടെ നിന്ന് അനൗൺസ് ചെയ്തു. Give them a big round of applause. Audience, our senior most riders, sir. മാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും അവസാനമായിരുന്നു. നല്ല ഡിലേ ആയിട്ടുണ്ട്. Hamsaka, please, friend walker. Youngest rider in this event, Hamsaka, most youngest by energy, in terms of energy. Age is just a number. He just belongs to us. അങ്ങനെ ഇവൻ്റ് ഏകദേശം ഫിനിഷ് ആവാനായി. അങ്ങനെ നമ്മളെല്ലാവരും കൂടി അവരുടെ ഫോട്ടോ സെഷൻ ബോർഡിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ ഋതുൽ ബ്രോൻ്റെ കൂടെ ക്യാഷ് പ്രൈസിൻ്റെ ചെക്കൊക്കെ വെച്ചൊരു ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ നമ്മളിവിടുന്ന് പോവുകയാണ്. അങ്ങനെ റേസ് കഴിഞ്ഞ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വയനാട് ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരുമിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മുന്നിലെ കാറിൽ ഋതുൽ, അനീസ്, വിഷ്ണു എല്ലാവരും ഉണ്ട്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് മെല്ലെ നാട്ടിലേക്ക് തിരിക്കുകയാണ്. അപ്പം താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.